ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിൻലി ചോദിക്കുന്നത് 3 മാർക്സിൻ്റെയും 6 മാർക്സിൻ്റെയും 10 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രേഡ് ഓഫ്, സ്കേഴ്സിറ്റി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, എക്സ്റ്റേണാലിറ്റി, മാർക്കറ്റ് ഫെയിലിയർ, എഫിഷ്യൻസി ആൻഡ് ഇക്വാളിറ്റി, rationality, marginal change, incentive, market economy, property rights, marginal cost, marginal benefit, invisible hand. First one, trade-off. Trade-off is a situation where people and societies make choices about how to use scarce resources like money, time and natural resources. സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉള്ളപ്പോൾ നമ്മൾ ചോയ്സസ് മേക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനെയാണ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. എ ട്രേഡ് ഓഫ് ഇസ് വെൻ യു ചൂസ് വൺ തിങ് വിച്ച് കോസസ് യു ടു ഗിവ് അപ്പ് ഓർ സാക്രിഫൈസ് അനദർ. ഒരു പെർട്ടിക്കുലർ സാധനം ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഗീവ് അപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു സിറ്റുവേഷനെയാണ് ട്രേഡ് ഓഫ് കാണിക്കുന്നത്. ആൻഡ് ദീസ് ആർ ഇവാലുവേറ്റഡ് ബേസ്ഡ് അപ്പോൺ ദിയർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ട്രേഡ് ഓഫിനെ നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വെച്ചാണ്, വിച്ച് ഈസ് ദ വാല്യൂ ഓഫ് വാട്ട് ഇസ് ലോസ്റ്റ് വെൻ ചൂസിങ് വൺ തിങ് ഓവർ അനദർ. നമ്മൾ ഒരു സാധനം ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്താണോ നഷ്ടപ്പെടുത്തിയത്, ആ നഷ്ടപ്പെടുത്തിയതാണ് നമ്മൾ ഗെയിൻ ചെയ്ത സാധനത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ട്രേഡ് ഓഫ്സ് ദാറ്റ് എൻ ഇക്കോണമി ഫേസസ് ക്യാൻ ബി ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ഫ്രം എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഒരു ഇക്കോണമി ഫേസ് ചെയ്യുന്ന ട്രേഡ് ഓഫ് നമുക്ക് PPCയുടെ ഹെൽപ്പോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ട്രേഡ് ഓഫ് ചോദിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം, അതിനുശേഷം അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉപയോഗിച്ചാണെന്ന് പറയാം. പിന്നെ ഒരു ഇക്കോണമിയുടെ ട്രേഡ് ഓഫ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PPC ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എഴുതിയിരിക്കണം. പിന്നെ 2 എക്സാമ്പിളും കൂടെ പറയാം. ഫസ്റ്റ് വൺ, എ സ്റ്റുഡൻറ്റ് മസ്റ്റ് ഡിസൈഡ് ഹൗ ടു അലോക്കേറ്റ് ടൈം ബിറ്റ്വീൻ സ്റ്റഡിയിങ് ഫോർ എൻ എക്സാം ആൻഡ് അറ്റൻഡിങ് എ പാർട്ടി. If he choose to go to the party, he should give up the opportunity to study, which may negatively affect the exam grades. Alternatively, he miss out on the party's fund if he choose to study. ഒരു സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യുന്ന ട്രേഡ് ഓഫ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹി ഷുഡ് അലോക്കേറ്റ് എസ് ടൈം ബിറ്റ്വീൻ സ്റ്റഡിയിങ് ആൻഡ് ഗോയിങ് ഫോർ എ പാർട്ടി. ആകെ കുറച്ച് ടൈമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ഒരു ചോയ്സ് മേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല, അതുപോലെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പാർട്ടിക്ക് പോകാനുള്ള ടൈമും കിട്ടില്ല. അപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്ക് പോകാനാണ് തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? എക്സാമിൻ്റെ മാർക്കിനെ അത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. അത് തന്നെയാണ് അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും. അതുപോലെ ഇനിയിപ്പോൾ പഠിക്കാനായിരുന്നെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? പാർട്ടി അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടാമായിരുന്ന ഫണ്ടാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മളിപ്പം പറഞ്ഞത് ഇൻഡിവിജ്വൽസ് ഫേസ് ചെയ്യുന്നൊരു ട്രേഡ് ഓഫ് ആണ്. ഇനിയിപ്പോൾ സൊസൈറ്റി ഫേസ് ചെയ്യുന്നൊരു ട്രേഡ് ഓഫിന് എക്സാമ്പിളാണ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി. നെക്സ്റ്റ് ഇസ് scarcity. Economics is the study of how society manages its scarce resources. ഇക്കണോമിക്സിൽ മെയിൻലി നമ്മൾ പഠിക്കുന്നത് ഒരു സൊസൈറ്റി അതിൻ്റെ സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്കേഴ്സിറ്റി മീൻസ് ദാറ്റ് സൊസൈറ്റി ഹാസ് ലിമിറ്റഡ് റിസോഴ്സസ്. സ്കേഴ്സിറ്റിയുടെ മീനിങ് എന്താണ്? നമ്മുടെ സൊസൈറ്റിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഉള്ളത്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ലാൻഡ് ആകാം, ലേബർ ആകാം, ക്യാപിറ്റൽ ആകാം, ഇങ്ങനെ ഏത് റിസോഴ്സസ് വേണമെങ്കിലും ഇതിൽ വരാം. ആൻഡ് ദെയർഫോർ കനോട്ട് പ്രൊഡ്യൂസ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പീപ്പിൾ വിഷ് ടു ഹാവ്. ഇക്കോണമിയിൽ റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും ആവശ്യാനുസരണം ഒരിക്കലും ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആസ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, വി ഹാവ് ടു മേക്ക് ചോയ്സസ് അബൌട്ട് ഹൗ ടു അലോക്കേറ്റ് ദോസ് റിസോഴ്സസ്. ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡുമാണ്, അറ്റ് ദ സെയിം ടൈം റിസോഴ്സസ് സ്കേഴ്സും ആണ്. അതുകൊണ്ടാണ് നമ്മൾ ചോയ്സസ് മേക്ക് ചെയ്യേണ്ടി വരുന്നത് അബൌട്ട് ഹൗ ടു അലോക്കേറ്റ് ദോസ് റിസോഴ്സസ്. റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, റിസോഴ്സസ് ഏതൊക്കെ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടി വരുന്നത് ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡും റിസോഴ്സസ് സ്കേഴ്സും ആയതുകൊണ്ടാണ്. When there is scarcity, we make choices. When choices arise, people face trade-offs. The value of what we give up when we choose one option over another is known as opportunity cost. ട്രേഡ് ഓഫ്സും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എല്ലാം ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം.
അപ്പോൾ ഇവിടെ എഴുതേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? ഹൗ സൊസൈറ്റി മാനേജസ് ഇറ്റ്സ് സ്കേഴ്സ് റിസോഴ്സസ്, then limited resources and unlimited wants, then when there is scarcity we make choices, when choices arise we face trade-offs. അതുപോലെ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും പോയിന്റ്സ് എപ്പോഴും അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. The value of what we give up when we choose one option over another is known as opportunity cost. It helps people and organizations understand the true cost of their decisions and make informed choices. നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോയ്സസ് മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉപയോഗിച്ചാണെന്ന് നമ്മൾ ട്രേഡ് ഓഫ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ദ ട്രൂ കോസ്റ്റ് ഓഫ് ഡിസിഷൻസ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ചോയ്സസ്. അതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഗ്രാഫിക്കലി നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞാൽ അത് PPCയുടെ സ്ലോപ്പാണ്. നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിച്ച സമയത്ത്, അത് സെക്കൻഡ് മൊഡ്യൂളിലാണോ തേർഡ് മൊഡ്യൂളിലാണോ എന്ന് ഓർക്കുന്നില്ല, അത് പഠിച്ച സമയത്ത് നമ്മൾ ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെങ്കിൽ PPCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ബോർഡ് ഔട്ട് ആയിരിക്കും. ബോർഡ് ഔട്ട് PPC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു PPC ആണ്. നമ്മൾ യൂഷ്വലി PPC എങ്ങനെയാണ് വരയ്ക്കുന്നത് അത് തന്നെയാണ് ബോർഡ് ഔട്ട് PPC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെങ്കിൽ ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് വൺ ഗുഡ് റിക്വയർസ് മോർ സാക്രിഫൈസ് ഓഫ് ദ അതർ ഗുഡ് ദാൻ ദ സാക്രിഫൈസ് ദാറ്റ് വാസ് റിക്വയർഡ് ബൈ ദ ലാസ്റ്റ് യൂണിറ്റ്. അതായത് ഇപ്പം നമ്മൾ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 ടൈപ്പ് ഗുഡാണെന്ന് വിചാരിക്കുക. ഒരു ഗുഡ് എയും ഒരു ഗുഡ് ബിയും. അപ്പോൾ എയുടെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ ബിയുടെ പ്രൊഡക്ഷൻ നമ്മൾ അവിടെ കുറച്ചേ മതിയാവും. കാരണം എന്താ? റിസോഴ്സസ് ഗിവൺ ആണ്. എ എന്ന് പറയുന്ന ഗുഡിൻ്റെ ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ബി ആദ്യം ഒരു യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അടുത്തൊരു യൂണിറ്റ് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ബി നമ്മൾ 2 യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ഇനിയും അടുത്തൊരു അഡീഷണൽ യൂണിറ്റ് ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ബിയുടെ 3 യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ എയുടെ ഓരോ അഡീഷണൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്തോറും നമ്മൾ ബിയുടെ കൂടുതൽ യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാൽ അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഇനിയിപ്പോൾ എ എന്ന് പറയുന്ന ഗുഡിൻ്റെ അഡീഷണൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് ബിയുടെ സെയിം യൂണിറ്റ്സ് ആണെങ്കിൽ, അതായത് എപ്പോഴും നമ്മളൊരു 1 യൂണിറ്റ് വെച്ചോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ 2 യൂണിറ്റ്സ് വെച്ചോ ആണ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന യൂണിറ്റ്സ് ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Next question, externality. An externality or external cost is an indirect cost or benefit to an uninvolved third party that arises as an effect of another party's activity. അതായത് 2 ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആക്ഷൻ മൂന്നാമതൊരാളിനെ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ എഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, എഫക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ബെനിഫിറ്റ് ആകാം, ചിലപ്പോൾ കോസ്റ്റും ആകാം. അപ്പോൾ അതെന്തായാലും അതിനെ നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയും. എക്സ്റ്റേണാലിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി, ദിസ് ഈസ് ദ ബെനിഫിറ്റ് ടു ആൻ അൺഇൻവോൾവ് തേർഡ് പാർട്ടി ദറ്റ് അറൈസസ് ആസ് ആൻ ഇഫക്റ്റ് ഓഫ് അനദർ പാർട്ടീസ് ആക്ടിവിറ്റി. ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന പോസിറ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. So, negative externality is the cost incurred to an uninvolved third party that arises as an effect of another party's activity. മുകളിൽ കാണിച്ചേക്കുന്നത് ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഒരു എക്സാമ്പിൾ പറയാം, എഡ്യൂക്കേഷൻ ഓർ ലേണിംഗ് ന്യൂ സ്കിൽസ്. ഒരു ഇൻഡിവിജ്വലിന് ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി സ്കിൽഡ് ആവും, അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇത് തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് ബെനിഫിഷ്യലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാർക്കറ്റ് ഫെയിലിയർ. മാർക്കറ്റ് ഫെയിലിയർ ഇസ് ഇക്കണോമിക് സിറ്റുവേഷൻ ഡിഫൈൻഡ് ബൈ ആൻ ഇൻഎഫിഷ്യൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഫ്രീ മാർക്കറ്റ്. ഒരു ഫ്രീ മാർക്കറ്റിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. അല്ലാതെ അവിടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് വലുതായിട്ടില്ല.
ഫ്രീ മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത് കമാൻഡ് ഇക്കോണമിയുടെ ഒരു എക്സ്ട്രീം കേസാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് കേസായിട്ട് നമുക്ക് പറയാം. കമാൻഡ് ഇക്കോണമിയിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ് എല്ലാം പ്ലാൻ ചെയ്യുന്നതും ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതും. പക്ഷേ ഫ്രീ മാർക്കറ്റിൽ അങ്ങനെയല്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും റെഗുലേഷനും ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ഫ്രീ മാർക്കറ്റിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അലോക്കേഷൻ പ്രോപ്പർ അല്ല എങ്കിൽ അങ്ങനെയുള്ളൊരു ഇക്കണോമിക് സിറ്റുവേഷനെയാണ് നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫെയിലിയറിൻ്റെ 2 പോസിബിൾ കോസസ് ആണ് എക്സ്റ്റേണാലിറ്റിയും അതുപോലെ മാർക്കറ്റ് പവറും. One possible cause of market failure is an externality, which is the impact of one person's actions on the well-being of a bystander. Another possible cause of market failure is market power. The ability of a single economic actor or small group of actors to have a substantial influence on market prices is known as market power. അതായത് ഒരു സിംഗിൾ ഫേമിനോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിക്കോ മാർക്കറ്റ് പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് മാർക്കറ്റ് പവർ ഉണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അതിനൊരു എക്സാമ്പിളാണ് മൊണോപോളി. മൊണോപോളി എന്ന് പറഞ്ഞാൽ എന്താ? ദ മാർക്കറ്റ് ടൈപ്പ് ദാറ്റ് ഹാസ് ഓൺലി വൺ സെല്ലർ. ഒറ്റ സെല്ലറേ ഉണ്ടാവുള്ളൂ മൊണോപോളിയുടെ കേസിൽ. അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റ് പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. ഇൻ ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണാലിറ്റീസ് ഓർ മാർക്കറ്റ് പവർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇൻ ദ പ്രസൻസ് ഓഫ് മാർക്കറ്റ് ഫെയിലിയർ ഓർ എ സിറ്റുവേഷൻ ഓഫ് മാർക്കറ്റ് ഫെയിലിയർ, വെൽ ഡിസൈൻഡ് പബ്ലിക് പോളിസി ക്യാൻ എൻഹാൻസ് എക്കണോമിക് എഫിഷ്യൻസി. അതായത് മാർക്കറ്റ് ഫെയിലിയർ അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആകുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അവിടെ അത്യാവശ്യമാണ്. ത്രൂ പബ്ലിക് പോളിസീസിന് എക്കണോമിക് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി. Efficiency and equality both refer to how much a society can produce with its resources. ഈ 2 ടേംസും ഒരു സൊസൈറ്റിക്ക് അതിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ച് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്നതാണ്. ആൻഡ് സൊസൈറ്റി ഫേസസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി. എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടാൻ നോക്കുമ്പോൾ ഇക്വാലിറ്റി കുറയും, അതുപോലെ ഇക്വാലിറ്റി കൂടുമ്പോൾ അവിടെ എഫിഷ്യൻസിയും കുറയും. Efficiency means that society is getting the maximum benefits from its scarce resources. സൊസൈറ്റിക്ക് അതിൻ്റെ ഗിവൺ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ മാക്സിമം ഔട്ട്പുട്ടിനെ നമ്മൾ എക്കണോമിക് പൈ എന്നൊക്കെ പറയാറുണ്ട്. ഇനി ഇക്വാലിറ്റി മീൻസ് ദാറ്റ് ദോസ് ബെനിഫിറ്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അമംഗ് സൊസൈറ്റീസ് മെമ്പേഴ്സ്. നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഔട്ട്പുട്ട് ഇക്കോണമിയുടെ മെമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, യൂണിഫോം ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇക്വാലിറ്റി ഉണ്ട്. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എക്കണോമിക് പൈയുടെ സൈസാണ്, നമ്മുടെ എക്കണോമിക് ഔട്ട്പുട്ടിൻ്റെ സൈസാണ്. ആൻഡ് ഇക്വാലിറ്റി റെഫേഴ്സ് ടു ഹൗ ദിസ് പൈ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഇൻഡിവിജ്വൽ സ്ലൈസസ്. ഈ പറഞ്ഞ എക്കണോമിക് ഔട്ട്പുട്ടിനെ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. വെൻ ഗവൺമെൻറ് പോളിസീസ് ആർ ഡിസൈൻഡ്, ദീസ് 2 ഗോൾസ് ഓഫൺ കോൺഫ്ലിക്റ്റ്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത് സൊസൈറ്റിയിലുള്ള എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ അവിടെ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇക്കോണമിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എക്കണോമിക് വെൽബീയിങ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ഗവൺമെൻറ് കൂടുതലും ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇവിടെ റിച്ചിൽ നിന്ന് പുവറിലേക്കാണ് ഇൻകം ഗവൺമെൻറ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ റിവാർഡ് ഫോർ വർക്കിംഗ് ഹാർഡ്. അതായത് കൂടുതലും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുവാണെങ്കിൽ അവർ അത്രയും വർക്ക് ചെയ്യില്ല. അതായത് ഫ്യൂവർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇക്കോണമി. അതായത് അവരുടെ എഫിഷ്യൻസി അവിടെ കുറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഗവൺമെൻറ് അതിൻ്റെ പോളിസീസ് ഉപയോഗിച്ച് ഇക്കോണമിയിലുള്ള ഇക്വാലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എഫിഷ്യൻസി കുറയും. 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ചേർത്താണ് ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് അവിടെ ഒരു സെൻറ്റൻസിൽ കാണിച്ചിട്ടുള്ളത്. പോളിസീസ് എയിംഡ് അറ്റ് ഈക്വലൈസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് വെൽബീയിങ് എൻഹാൻസസ് ഇക്വാലിറ്റി അറ്റ് ദ കോസ്റ്റ് ഓഫ് എഫിഷ്യൻസി. അതായത് ഇക്കണോമിക് വെൽബീയിങ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന പോളിസീസ് ഇക്വാളിറ്റി എൻഹാൻസ് ചെയ്യും. പക്ഷെ എന്തിൻ്റെ കോസ്റ്റിലാണ്? എഫിഷ്യൻസിയുടെ കോസ്റ്റിലാണ് ഇക്വാളിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റാഷണാലിറ്റി.
Rationality is the idea that people and organizations make decisions in a logical, rational way without considering emotions, morals, and psychology. റാഷണൽ വേ ഓഫ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ വേ ഓഫ് തിങ്കിങ് ആണ്. അവിടെ ഇമോഷൻസിനോ മോറൽസിനോ സൈക്കോളജിക്കോ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ഇക്കണോമിക്സിലെ മെയിൻ അസംഷനാണ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. ഇക്കണോമിസ്റ്റ് അസ്യൂം ദാറ്റ് പീപ്പിൾ ആർ റാഷണൽ ഡിസിഷൻ മേക്കേഴ്സ് ഹൂ ഹാവ് വെൽ ഡിഫൈൻഡ് പ്രിഫറൻസസ്. അവർക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രിഫറൻസസ് ഉണ്ടാകും. ദേ മേക്ക് ചോയ്സസ് ടു മാക്സിമൈസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. അതായത് അവരുടെ മുന്നിൽ ഒരുപാട് ചോയ്സുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള ചോയ്സസ് ആണ് അവർ മേക്ക് ചെയ്യുന്നത്? അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുന്ന ചോയ്സസ് ആണ് മേക്ക് ചെയ്യുക. ദേ വേ ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ആക്ഷൻസ്. ഓരോ ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേയും ആക്ഷൻസിൻ്റെ കോസ്റ്റും ബെനിഫിറ്റും നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ദേ ഹാവ് കൺസിസ്റ്റൻറ്റ് പ്രിഫറൻസസ്. ഒരു ചോയ്സ് അവർ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും. മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ. എല്ലാ അവൈലബിൾ ഇൻഫർമേഷൻ ഉപയോഗിച്ചാണ് അവർ ഡിസിഷൻസ് എടുക്കുന്നത്. Marginal change. In economics, a marginal change is a small addition or subtraction to a total quantity of a variable. Economists use the term marginal change to describe a small incremental adjustment to an existing plan of action. Margin means edge. So marginal changes are adjustments around the edges of what you are doing. Rational people often make decisions by comparing marginal benefits and marginal cost. Marginal benefits are the additional benefits to consumers from consuming one additional unit of that good. Marginal cost are the cost of producing one more unit. ഈ കോൺസെപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഇസ് ഇൻസെൻറ്റീവ്. ആൻ ഇൻസെൻറ്റീവ് ഇസ് സംതിങ് ദാറ്റ് ഇൻഡ്യൂസസ് എ പേഴ്സൺ ടു ആക്ട് such as the prospect of a punishment or a reward. ഇപ്പോൾ റിവാർഡും പണിഷ്മെൻറ്റും ഒക്കെ ഇൻസെൻറ്റീവിൽ വരുന്നതാണ്. ബിക്കോസ് റാഷണൽ പീപ്പിൾ മേക്ക് ഡിസിഷൻസ് ബൈ കമ്പയറിംഗ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. ദ റെസ്പോണ്ട് ടു ഇൻസെൻറ്റീവ്സ്. Incentives are crucial to analyzing how the market works. For example, when the price of an apple rises, people decide to eat fewer apples. At the same time, apple orchards decide to hire more workers and harvest more apples. In other words, a higher price in a market provides an incentive for buyers to consume less and an incentive for sellers to produce more. ഈ ഒരു കോൺസെപ്റ്റും ഇതിൻ്റെ എക്സാമ്പിളും ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്കറ്റ് ഇക്കോണമി. A market economy is an economic system where two forces known as the demand and supply direct the production of goods and services. Market economies are not controlled by a central authority like a government and are instead based on voluntary exchange. In a market economy, the decisions of a central planner are replaced by decisions of millions of firms and households. The important features of market economy are private property, freedom of choice and enterprise, self-interest, competition, coordinated by markets and prices, minimum government intervention or laissez-faire. Property rights. Property rights are the legal and theoretical ownership of resources and how they can be used. ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ സ്റ്റേറ്റിനോ ഉള്ള റിസോഴ്സിൻ്റെ ലീഗൽ ആൻഡ് തിയററ്റിക്കൽ ഓണർഷിപ്പാണ് പ്രോപ്പർട്ടി റൈറ്റ്. ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിൽ ദീസ് പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസ്. ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിലാണെങ്കിൽ ദ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദ സ്റ്റേറ്റ്. Market economies need institutions to enforce property rights so that individuals can own and control scarce resources. Property rights are used as a solution for externalities. The manner in which producers and consumers use environmental resources depends on the property rights governing those resources. ഒരു ഇക്കോണമിയിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എപ്പോഴും എൻഫോഴ്സ് ചെയ്തിരിക്കണം. അതിനുള്ളൊരു എക്സാമ്പിളാണ് മുകളിലത്തെ പടത്തിൽ കാണിച്ചിട്ടുള്ളത്. ആ പടത്തിൽ ഒരു ഫിഷർമാനും ഒരു ഫിഷും ഒരു ഫ്രോഗുമാണുള്ളത്. ഈ ഫിഷ് ശരിക്കും ആരുടെ റൈറ്റാണ്? ഫിഷർമാൻ്റെ റൈറ്റാണോ അതോ ഫ്രോഗിൻ്റെ ആണോ? ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. പ്രോപ്പർട്ടി റൈറ്റ്സ് വെൽ ഡിഫൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്ട്സിന് കാരണമാകും. മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഇസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് that comes from making or producing one additional unit. Marginal cost is the cost to produce one additional unit of production. MC is equal to delta C divided by delta Q.
ചേഞ്ചിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം സി ഇസ് ദ മാർജിനൽ കോസ്റ്റ്, ഡെൽറ്റ സി ഇസ് ചേഞ്ച് ഇൻ കോസ്റ്റ് ആൻഡ് ഡെൽറ്റ ക്യൂ ഇസ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഒരു എക്സാമ്പിൾ പറയാം. ടു മേക്ക് 100 കാർ ടയേഴ്സ് ഇറ്റ് കോസ്റ്റ് $100. To make one more tire would cost $80. Then $80 is the marginal cost. Marginal benefit. It is the additional satisfaction or utility that a consumer receives when the additional good or service is purchased. നമ്മളൊരു ഗുഡിൻ്റെ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനാണ് മാർജിനൽ ബെനിഫിറ്റ്. A marginal benefit declines when consumers decide to consume more amount of a single good. ഒരു സിംഗിൾ ഗുഡിൻ്റെ കൂടുതൽ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്തോറും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ മാർജിനൽ ബെനിഫിറ്റ് ഡിക്ലൈൻ ചെയ്യും. Another way to understand marginal benefits is to consider the overall satisfaction which a consumer gets from every subsequent addition. Marginal benefit is equal to change in total benefit divided by change in quantity. Invisible hand. The invisible hand was coined by economist Adam Smith to illustrate hidden economic forces. He popularized the concept in his 1776 work, The Wealth of Nations. The term shows how, in a market economy, self-interested individuals operate through a system of mutual interdependence. This interdependence motivates producers to make what is socially necessary, even though they may care only about their own well-being. Invisible hand directs economic activity in market through prices of goods and services, as pricing is the most important factor in determining demand and supply. ഈ കോൺസെപ്റ്റും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിലും ലാസ്റ്റ് മൊഡ്യൂളിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലായില്ലെങ്കിൽ മാത്രം അതൊന്ന് കേൾക്കുക. 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ട്രേഡ് ഓഫ്സ് ആണ്. വാട്ട് ആർ ട്രേഡ് ഓഫ്സ്? Give 3 examples of important trade-offs that you face in your life, or give 3 examples of important trade-offs that society face. 3 മാർക്കിന് വേണ്ടി ട്രേഡ് ഓഫിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തൊക്കെ എഴുതണം നമ്മൾ നോക്കി. അപ്പോൾ അത് തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് കൊടുക്കാം. So trade-off is a situation where people and societies make choices about how to use scarce resources like money, time and natural resources. A trade-off is when you choose one thing which causes you to give up or sacrifice another. Trade-offs are evaluated based upon their opportunity cost, which is the value of what is lost when choosing one thing over another. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് ട്രേഡ് ഓഫ്സ് ദാറ്റ് യു ഫേസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന 2-3 ട്രേഡ് ഓഫിന് എക്സാമ്പിൾ എഴുതാനാണ്. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം കാണിച്ചേക്കാം. ഒരു എക്സാമ്പിൾ നമ്മൾ ആദ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞ എക്സാമ്പിളാണ്. എ സ്റ്റുഡൻറ്റ് മസ്റ്റ് ഡിസൈഡ് ഹൗ ടു അലോക്കേറ്റ് ടൈം ബിറ്റ്വീൻ സ്റ്റഡിങ് ഫോർ എൻ എക്സാം ആൻഡ് അറ്റൻഡിങ് എ പാർട്ടി. If he choose to go to the party, he should give up the opportunity to study, which may negatively affect the exam grades. Alternatively, he miss out on the party's fund if he choose to study. Example 2. Parents deciding how to spend their family income. They can buy food, clothing, pay fee for children, or a family vacation. When they choose to spend an extra dollar on one of these goods, they have one less dollar to spend on some other good. ഇതുപോലെ വേറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് എഴുതാം. ഇനി സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ട്രേഡ് ഓഫ്സ് നോക്കാം. ദ ട്രേഡ് ഓഫ്സ് ദാറ്റ് എൻ ഇക്കോണമി ഫേസസ് ക്യാൻ ബി ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ഫ്രം എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉപയോഗിച്ച് ഈ ട്രേഡ് ഓഫ്സ് കാണിക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറയുന്നത് ദ സൊസൈറ്റി ഫേസസ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് ഇക്വാളിറ്റി. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ PPC ഒന്നും ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ഓഫിനെ കാണിച്ചില്ല. ഇതിപ്പോൾ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കൊരു PPC ഒക്കെ ഉപയോഗിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. Efficiency means that society is getting the maximum benefits from its scarce resources, and equality means that those benefits are distributed uniformly among society's members. നമ്മൾ പറഞ്ഞത് സൊസൈറ്റി എഫിഷ്യൻസിയും ഇക്വാലിറ്റിയും തമ്മിൽ ഒരു ട്രേഡ് ഓഫ് ഫേസ് ചെയ്യുന്നു എന്നാണ്. അതാണ് നമ്മൾ PPC ഉപയോഗിച്ച് കാണിച്ചിട്ടുള്ളത്. PPC കാണിച്ചേക്കുന്ന ഡയഗ്രത്തിൻ്റെ X ആക്സിസിൽ ഇക്വാലിറ്റിയും Y ആക്സിസിൽ എഫിഷ്യൻസിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ നമ്മൾ 2 പോയിൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്, പോയിൻറ്റ് A ആൻഡ് പോയിൻറ്റ് B. പോയിൻറ്റ് എയിലേക്ക് ശ്രദ്ധിക്കുക. പോയിൻറ്റ് എയിൽ ഇക്കോണമിയുടെ എഫിഷ്യൻസി ലെവൽ എന്ന് പറയുന്നത് OA ആണ്. അതുപോലെ ഇക്വാലിറ്റി ലെവൽ എന്ന് പറയുന്നത് OB ആണ്. ഇനിയിപ്പോൾ
ഇക്കോണമിയിലുള്ള ഇക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇക്കോണമി പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പോയിൻ്റ് ബിയിൽ ഇക്വാളിറ്റി ലെവൽ OB1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടെ ഇക്വാളിറ്റി ലെവൽ കൂടിയപ്പോൾ എഫിഷ്യൻസി ലെവൽ കുറഞ്ഞതായിട്ടും കാണാം. എഫിഷ്യൻസി ലെവൽ ഹാസ് ഡിക്രീസ് ഫ്രം OA to OA1. അതായത് ഇക്കോണമിയിൽ ഇക്വാളിറ്റി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ എഫിഷ്യൻസി കുറയും, അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും പറയാം, എഫിഷ്യൻസി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഇക്വാളിറ്റി കുറയും. സോ ദെയർ എക്സിസ്റ്റ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് ഇക്വാലിറ്റി. ഹൗ ദിസ് ട്രേഡ് ഓഫ് ഹാപ്പൻസ്? ഈ ട്രേഡ് ഓഫ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിളാണ്. When the government policies are designed, these two goals often conflict. For example, policies aimed at equalizing the distribution of economic well-being, such as the individual income tax, ask the financially successful to contribute more than others to support the government. While achieving greater equality, these policies reduce efficiency. When the government redistributes income from the rich to the poor, it reduces the reward for working hard. As a result, people work less and produce fewer goods and services. In other words, when the government tries to cut the economic pie into more equal slices, the pie gets smaller. അതായത് ഇക്കണോമിക് പൈ ഈക്വലായിട്ട് സ്ലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ദാറ്റ് മീൻസ് ദ ഔട്ട്പുട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദ പൈ ഇറ്റ് സെൽഫ് ഗെറ്റ് സ്മോളർ. ആ ഇക്കണോമിക് ഔട്ട്പുട്ട് തന്നെ സ്മോളർ ആയി പോകും, അതായത് എഫിഷ്യൻസി അവിടെ കുറയും. ഇനി സൊസൈറ്റി ഫേസ് ചെയ്യുന്ന വേറൊരു ട്രേഡ് ഓഫ് ആണ്, അതൊരു ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ആണ്. ഷോർട്ട് റൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇതിനെ നമ്മൾ ഫിലിപ്സ് കർവ് എന്നും പറയാറുണ്ട്. The Phillips curve shows an inverse trade-off between rates of inflation and rates of unemployment. അതായത് ഇക്കോണമിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ ഹൈ ആണെങ്കിൽ ഇൻഫ്ലേഷൻ ലോ ആയിരിക്കും, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് ലോ ആവുമ്പോൾ ഇൻഫ്ലേഷൻ ഹൈ ആവും. റൈറ്റ് സൈഡിൽ ഫിലിപ്സ് കർവ് കാണിച്ചിട്ടുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എക്സ് ആക്സിസിലും ഇൻഫ്ലേഷൻ റേറ്റ് വൈ ആക്സിസിലുമാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എഫിഷ്യൻസിയുടെയും ഇക്വാലിറ്റിയുടെയും കാര്യം പോലെയാണ്. ഇവിടെ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അവിടെ കൂടും. ഫോർ എക്സാമ്പിൾ പോയിൻറ്റ് ബി ഒന്ന് കൺസിഡർ ചെയ്യാം. പോയിൻറ്റ് ബിയിൽ ഇൻഫ്ലേഷൻ റേറ്റ് 5%, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 3% ആണ്. ഇനിയിപ്പോൾ ഇക്കോണമിയിലെ ഇൻഫ്ലേഷൻ റേറ്റ് 2% ആയിട്ട് കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അൺഎംപ്ലോയ്മെൻറ്റ് 6% ആയിട്ട് കൂടുന്നതിന് കാരണമാവും. നമ്മൾ ഇപ്പം പറഞ്ഞ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എംപിരിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ്. അതായത് ഒബ്സർവേഷൻ വഴി അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വഴിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള റിലേഷനാണ്. ദ ഫിലിപ്സ് കർവ് ഇസ് ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ഓഫ് A.W. ഫിലിപ്സ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ 1861 തൊട്ട് 1957 പീരീഡ് വരെയുള്ള ഡേറ്റ ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. സോ ദിസ് ഈസ് ആൻ എംപിരിക്കലി പ്രൂവൺ റിലേഷൻഷിപ്പ്. ഷോർട്ട് റണ്ണിൽ മാത്രമാണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലൊരു ട്രേഡ് ഓഫ് ഉള്ളത്. ലോങ് റണ്ണിൽ ഈ ഒരു ട്രേഡ് ഓഫ് ഇല്ല. സൊസൈറ്റി ഫേസ് ചെയ്യുന്ന വേറൊരു ട്രേഡ് ഓഫ് ആണ് ബിറ്റ്വീൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. The trade-off between consumer and capital goods is the decision to allocate limited resources to producing either consumer goods for immediate consumption or capital goods for future consumption. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് കൺസംഷന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലോ ഫ്യൂച്ചർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഗുഡ്സ് ആണ്. അതായത് മറ്റുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സ് ആണ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പോൾ സൊസൈറ്റി ഡിസൈഡ് ചെയ്യണം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ട്രേഡ് ഓഫ് നമുക്ക് PPC ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. PPCയുടെ എക്സ് ആക്സിസിലെ കൺസ്യൂമർ ഗുഡ്സും വൈ ആക്സിസിലെ ക്യാപിറ്റൽ ഗുഡ്സുമാണ് കാണിച്ചിട്ടുള്ളത്. ഈ രണ്ട് ഗുഡ്സിൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിക്കുന്ന 2 പോയിൻറ്റ്സും നമ്മൾ PPCയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പോയിൻറ്റ് A ആൻഡ് പോയിൻറ്റ് B. പോയിൻറ്റ് എയിലേക്ക് നോക്കുക. പോയിൻറ്റ് എയിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10 യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സും 2 യൂണിറ്റ്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സുമാണ്. ഇനിയിപ്പോൾ ഇക്കോണമിക്ക് പോയിൻറ്റ് എയിൽ നിന്ന് പോയിൻറ്റ് ബിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അതായത് കൂടുതൽ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ക്യാപിറ്റൽ ഗുഡ്സ് സാക്രിഫൈസ് ചെയ്തേ മതിയാവും. പോയിൻറ്റ് ബി നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കൺസ്യൂമർ ഗുഡ്സിൻ്റെ അഡീഷണൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ഗുഡ്സ് ഇക്കോണമി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ സൊസൈറ്റി ഫേസസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഈ മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്.
ഈ ഒരു ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും തന്നെ എഴുതേണ്ടി വരും.